ഒരു കാര്യം പറയാം, അതായത് ഇപ്പോൾ ഏതെങ്കിലും ആർ എസ് ആറിനോട് ഞാൻ ചോദിച്ചാൽ ഇതേ അഭിപ്രായം തന്നെ അദ്ദേഹത്തിന് ഉണ്ടാവുക അല്ലേ? ആർ എസ് എസ് ഇപ്പോൾ ലേഖനം പിൻവലിച്ചു. ഈ ലേഖനത്തിലുള്ളത് മൊത്തം കള്ളമായതുകൊണ്ടല്ല പിൻവലിച്ചത്, അതിപ്പോൾ പ്രസിദ്ധീകരിക്കാൻ പാടില്ലായിരുന്നു. പക്ഷേ അത് പറഞ്ഞു. അപ്പോൾ ആരോട് ചോദിച്ചാലും ഉള്ളിലുള്ള കാര്യം തന്നെയാണ് ഈ കണക്കുകളെല്ലാം, ഈ പറഞ്ഞിരിക്കുന്ന കണക്കുകളെല്ലാം അങ്ങനെ അവരുടെ ഉള്ളിലുള്ള കണക്കാണ്. പക്ഷേ ഇപ്പോൾ പ്രസിദ്ധീകരിക്കരുതായിരുന്നു എന്നാണ്. ഇതിപ്പോൾ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും കമ്മ്യൂണിസ്റ്റുകാരും രാജ്യത്തിന് ആപത്താണ്, ആഭ്യന്തര വിപത്താണ് എന്ന് പറഞ്ഞത് ഹിന്ദുത്വ നേതാവ് MS ഗോൾവാൾക്കറാണ്, ബെഞ്ച് ഓഫ് തോട്ട്സിൽ. അപ്പോൾ അത് അവരുടെ ബേസിക് ആയിട്ടുള്ള ഐഡിയ ആണ്. അതായത് ഈ RSS എന്ന് വെച്ചാൽ ഞങ്ങൾ അല്ലാതെ മറ്റാരും ഇല്ല. ക്രിസ്ത്യാനികൾ ഇവിടുത്തെ ഇപ്പോൾ ആഭ്യന്തര ശത്രുക്കളാണ്, മുസ്ലിങ്ങൾ ആഭ്യന്തര ശത്രുക്കളാണ്, കമ്മ്യൂണിസ്റ്റുകാരും ആഭ്യന്തര ശത്രുക്കൾ. പിന്നെ ആരാണ് ബാക്കിയുള്ള? ഞങ്ങൾ RSSകാരും സംഘപരിവാരത്തിലെ ആളുകളും മാത്രമാണ് യഥാർത്ഥ ഭാരതീയരെന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ എനിക്ക് ഈ ലേഖനം കണ്ടപ്പോൾ ക്രൈസ്തവ സഭയ്ക്ക് ഇന്ത്യ മഹാരാജ്യത്ത് ഭൂസ്വത്തുണ്ടായാൽ എന്താ പ്രശ്നം എന്ന് തിരിച്ചു ചോദിക്കുന്നില്ലോ ഇവരെന്നാണ്. അത് ഉണ്ട്, ഞങ്ങൾക്ക് ഭൂസ്വത്തുണ്ട്, എന്താ പ്രശ്നം എന്നെന്താ സഭ ചോദിക്കാത്തത്? ഇതിനകത്ത് ജീവിക്കുന്ന മനുഷ്യർ, കുറേ ആളുകൾ ക്രിസ്ത്യാനികളായിട്ടും ജീവിക്കുന്നു, അവർക്ക് ക്രൈസ്തവ സഭയുണ്ട്, അവർ ലീഗലി വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ഭൂമി പല വഴിക്ക് എല്ലാവർക്കും കാലങ്ങളായിട്ട് കൈമാറിയിട്ടല്ലേ കിട്ടിയിരിക്കുന്നത്. ബ്രിട്ടീഷ് കാലത്ത് കയ്യിരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഈ ഭൂമി കൈവശം വെച്ചാൽ എന്താ കുഴപ്പം എന്ന് ഈ പള്ളിയിലച്ചന്മാർ ചോദിക്കാത്ത എന്താണ്? അവർക്ക് ചോദിക്കാൻ വയ്യ. അത് ദീപികയുടെ ഈ മുഖലേഖനത്തിൽ, ഇപ്പോഴത്തെ ലേഖനത്തിലും ഞങ്ങൾ ഭൂസ്വത്ത് കൈവശം വെച്ചാൽ എന്താണ്, എനിക്കും ഹർഷനും ഒക്കെ ഭൂമി വാങ്ങാമെങ്കിൽ, കത്തോലിക്ക സഭ നിയമപരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണെങ്കിൽ ഭൂമി വാങ്ങിയാൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കാൻ എന്താണ് കുഴപ്പം? സ്ഥാപനങ്ങൾ, അവർക്ക് ചർച്ചുകളുണ്ട്, അവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, കലാലയങ്ങളുണ്ട്, എന്താ കുഴപ്പം? അതായത് RSS പറയുകയാണ് ഞങ്ങളൊഴികെ BJP, ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും കമ്മ്യൂണിസ്റ്റുകാരെല്ലാം കുഴപ്പക്കാരാണ് എന്ന്. അത് അവർ പറയുന്നതല്ലേ. ഞങ്ങൾ കൂടെ ചേർന്നാണ് ഭാരതീയർ, ഇന്ത്യൻ ജനത, ഞങ്ങൾക്ക് ഇവിടെ ഭൂസ്വത്തുമായിട്ട് ജീവിക്കാൻ അവകാശമുണ്ടെന്ന് കൂളായിട്ട് പറഞ്ഞാൽ തീരുന്ന കേസിനാണ് ഈ ആ കാര്യം പറയാതെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പറയുന്നത്. രാഷ്ട്രീയമാണ് മൊത്തം.